ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നും റേച്ചൽ സിസ്റ്ററാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 മക്കളുടെ വിദ്യാഭ്യാസമാണ്. പ്രത്യേകിച്ച് മകളുടെ എക്സാം കഴിഞ്ഞു നിൽക്കുന്നു. അതിനകത്തൊരു ഭയങ്കര ദൈവപ്രവൃത്തി നടക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ഇളയ മകന് അടുത്ത മാസം എക്സാം നടക്കുന്നു. അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും അവർക്ക് വേണ്ടിയുള്ള നന്മയുടെ വഴികൾ അങ്ങ് തുറക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ സഹോദരൻ നാളുകളായി ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുന്നു. ആ മകന് വേണ്ടി ജോലിയുടെ ഒരു അത്ഭുത വഴി ദൈവം തുറന്നു കൊടുക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനായിട്ടും, അതേപോലെ അടുത്ത പ്രാർത്ഥനാ വിഷയം തൻ്റെ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥനാ വിഷയം തൻ്റെ ജോലിയിൽ നിൽക്കുന്ന എല്ലാ എതിരുകളും മാറി തനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായിട്ട്, ആ ജോലിയിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇതുവരെയും നടത്തിയത് ഒരു അത്ഭുത സാക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം തൻ്റെ കോൺട്രാക്ട് ദൈവം റിന്യൂ ചെയ്ത് കൊടുത്തു. ഒരത്ഭുതകരമായ ദൈവപ്രവൃത്തിയാണ് അവിടെ നടന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ യേശു കടക്കാരനല്ലാത്തതുകൊണ്ട് ദൈവപ്രവൃത്തികൾ വിശ്വസിക്കാം. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കാം. എൻ്റെ കൂടെ നിങ്ങളും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കാരണം ഈ മകൾ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കാം. കണ്ണുകൾ അടയ്ക്കണമേ, പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് റേച്ചൽ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ വലിയ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ. അപ്പാ, അങ്ങയുടെ വീര്യപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2 മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമാകേണ്ടതിനായിട്ട് കർത്താവെ, ഓരോ ദിവസവും ആ 2 മക്കളെ ദൈവം വഴി നടത്തണം. മൂത്ത മകന് നല്ല റിസൾട്ടും തൻ്റെ ഇളയ മകനെ പരീക്ഷയിൽ കൂടുതൽ സഹായിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, റേച്ചൽ സിസ്റ്ററിൻ്റെ സഹോദരന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജോലിയുടെ വഴി അങ്ങ് തുറന്നു കൊടുക്കണമേ. കർത്താവെ, ആ മകൻ്റെ ഭാരത്തെ അങ്ങ് മാറ്റണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മാതാവിൻ്റെ പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശു അത്ഭുതങ്ങളുടെ ദൈവമാകിയ ഈ പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മാതാവിൻ്റെ ശാരീരികമായ എല്ലാ അവസ്ഥകൾക്കും ദൈവം മാറ്റം കൊടുക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് റേച്ചൽ സിസ്റ്ററിൻ്റെ ജോലിയെ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തണമേ. അപ്പ, അത്ഭുതകരം വെളിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം വെളിപ്പെടുത്തുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കടന്നു പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ സാമ്പത്തികത്തിൻ്റെ കൂടുതലോ ഒന്നുമല്ല പ്രിയരെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വിധങ്ങൾക്കായി ഞാൻ നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ കരമാണ് ഈ മിനിസ്ട്രിയിൽ നിൽക്കുന്നത്. ഓരോ ദിവസവും ഈ മീറ്റിങ്ങിന് വേണ്ടി, ഏലിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇതിനകത്തും ഞാൻ കാണാറുണ്ട്. കാരണം ഓരോ ദിവസവും ഇതിനകത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുന്നവർക്ക് വലിയ മാറ്റങ്ങൾ, സൗഖ്യം, വ്യത്യാസം, വിടുതലുകൾ ദൈവം കൊടുക്കുന്നു. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾ ഈ എപ്പിസോഡ് പൂർണ്ണമായി ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവന് അസാധ്യമായി, നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. ദൈവത്തിന് എത്ര വർഷം പഴകിയാലും ഏത് വിഷയത്തിനകത്താണെങ്കിലും ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമാകാൻ പോവുകയാണ്. കാരണം 35 ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനത്തിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടൽ 2ആക്കി വഴി തുറന്നവനാണ് ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവം. കനാവിലെ കല്യാണ വീട്ടിൽ എല്ലാം അവസാനിക്കുന്നു തോന്നിയപ്പോൾ പച്ചവെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കിയ കർത്താവിനെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. മരിച്ച് 4ാമത്തെ ദിവസം അവസാനിച്ചു. സഹോദരിമാർ പറഞ്ഞു നാറ്റം വെച്ചു എന്ന് പറഞ്ഞപ്പോഴും ഹല്ലേലൂയ, നാറ്റം വെച്ച് അവസാനിച്ചതിനെ വിളിച്ച് പുതിയതായി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞ ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. എങ്കിൽ വിശ്വസിക്കാമെങ്കിൽ എല്ലാവരാലും ഒറ്റപ്പെട്ട് ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പത്മോസിൽ വഴി തുറന്ന, അറിയാം, പത്മോസിൽ യോഹന്നാനു വേണ്ടി
സ്വർഗത്തെ തുറന്ന ആ വലിയവനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ ഭയങ്കര പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. എൻ്റെ കൂടെ എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയോടാണ് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത നന്മകൾ എൻ്റെ കർത്താവിന് ചെയ്യാൻ കഴിയും. കാരണം എൻ്റെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുകയാണ്. അറിയില്ല, രൂപഭാവം മാറ്റമില്ല കേട്ടോ. നമ്മൾ ദൈവത്തോട് അടുത്താൽ, നാം ദൈവത്തോട് അടുത്ത് വന്നാൽ നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം മാറ്റം തരും. കാരണം 91 സങ്കീർത്തനം 14 വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുക്കാൻ തയ്യാറാകണം. കാരണം 34 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയുവാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകുന്നത്. ഈ സമയത്ത് കർത്താവിനോട് ഒന്നുകൂടെ നടക്കുവാൻ, ആ വിഷയങ്ങളെ പാഠപിടത്തിൽ വെച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ കരവൊന്ന് കാണുവാനായിട്ട്, അങ്ങയുടെ പ്രവൃത്തി ഒന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് തുടരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലോട്ട് നടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തിയുടെ സമയമാണ്. എങ്കിൽ ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം. വിജയിക്കുന്ന ഒരു ഭക്തൻ തിരിച്ചറിയേണ്ട 4 ആത്മീക ആയുധങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളും ശ്രദ്ധിക്കുന്നത്. 2 ദിനവൃത്താന്തം 20 അധ്യായത്തിൽ യഹോശാഫാത്തിനെ വിജയത്തിലേക്ക് നടത്തുന്ന 4 ആയുധങ്ങളെയാണ് ഞാൻ നിങ്ങളും ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിനകത്തോട്ട് നാം കടന്നു വരികയാണ്. ഞാൻ നിങ്ങളും തിരിച്ചറിഞ്ഞാൽ തന്നെ ഇതൊരു ആത്മീക വിജയത്തിൻ്റെ രഹസ്യമായി തീരും. ഹല്ലേലൂയ. ആ പദങ്ങളിലേക്ക് ഞാൻ ഒരുമിച്ച് വരികയാണ്. 2 ദിനവൃത്താന്തം അതിൻ്റെ 20 അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം മൊബാബിയരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. 2 വാക്യം, ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗതി എന്ന ഹസോൻ തമാരയിൽ ഉണ്ട് എന്നറിയിച്ചു. 3 വാക്യം, യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ട് യഹൂദയിൽ ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ 3 വാക്യങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ യഹോശാഫാത്തിന് വിരോധമായി 3 വലിയ സമൂഹം അല്ലെങ്കിൽ 3 രാജ്യങ്ങൾ അവന് വിരോധമായി യുദ്ധത്തിന് വരികയാണ്. ആ 3 രാജ്യങ്ങളും ഒരേപോലെ ചിന്തിക്കുന്നുണ്ടാകാം, ഇനി യഹോശാഫാത്തിനും അവൻ്റെ കൂട്ടർക്കും രക്ഷയില്ലെന്നുള്ളത്. ആ നിലയിൽ ഇതാ 3 വിരോധങ്ങൾ അല്ലെങ്കിൽ 3 രാജ്യങ്ങൾ എഴുന്നേൽക്കുമ്പോൾ യഹോശാഫാത്തിന്റെ അടുക്കൽ ചിലർ വന്ന് പറയുകയാണ്, ഇതാ നിനക്കെതിരെ ഒരു വലിയ സമൂഹം കടലിനക്കരയിൽ നിന്ന് വരുന്നുണ്ട്, അവർ അടുത്തെത്താൻ പോവുകയാണ്. അത് കേട്ടപ്പോൾ ഭയപ്പെട്ടുകൊണ്ട് അത് കേട്ട് യഹോശാഫാത്ത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ അടുക്കുകയാണ്. 1-ാമത്തെ ഒരു ഭക്തന്റെ ആയുധം എന്ന് പറയുന്നത് ഉപവാസമാണ്. അവൻ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അവൻ അടുക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ഉപവാസം എന്തിനെന്ന് ചോദിച്ചാൽ ദൈവത്തോടു കൂടെ ഇരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കാൻ വേണ്ടിയാണ്. 1-ാമത്തെ ആയുധമായ ഉപവാസത്തിൽ ഇതാ യഹോശാഫാത്ത് ദൈവത്തോട് അടുക്കുവാൻ യഹൂദ ജനത്തെ മുഴുവൻ അവൻ വിളിച്ചു കൂട്ടുകയാണ്. അങ്ങനെ 1-ാമത്തെ ആയുധത്തിൽ യഹൂദ ജനവും യഹോശാഫാത്തും കൂടി വരികയാണ്. ആ കൂടി വരുന്ന നിലയിൽ 2-ാമത്തെ ആയുധമാണ് കൊടുത്തിരിക്കുന്നത്. 6-ാമത്തെ വാക്യമാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്നായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. 2-ാമത്തെ ആയുധം പ്രാർത്ഥനയാണ്. യഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്ന ഒരു നില നമ്മെ അവിടെ കാണിക്കുകയാണ്. അതിൻ്റെ ഒരു മാതൃക, പ്രാർത്ഥനയുടെ ഒരു മാതൃക യഹോശാഫാത്തിലൂടെ വെളിപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ യഹോശാഫാത്ത് കരഞ്ഞു, എൻ്റെ അവസ്ഥയെല്ലാം തീർന്നു, ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നു, ഇതൊന്നുമല്ല യഹോശാഫാത്ത് പറഞ്ഞത്. യഹോശാഫാത്ത് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തെ ഉയർത്തുകയത്ര ചെയ്തത്. അവനിതാ ദൈവത്തെ ഉയർത്തുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും, 1 ഉപവാസമാണെങ്കിൽ 2 പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ പലരും അടുക്കുന്നതും നിരാശയും പറഞ്ഞ്, എനിക്ക് മാത്രം വിടുതലില്ലല്ലോ, എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം ഉയർച്ചയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് അടുക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറയാം. ഹല്ലേലൂയ, നിങ്ങളെ ഒരു വലിയ സഹായത്തിന് വേണ്ടി ഒരു ഉന്നത വ്യക്തിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആ ഉന്നത വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, നിങ്ങളെ കൊണ്ടൊന്നും കഴിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ, ആ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാളെ പക്ഷേ നിങ്ങളിൽ പ്രസാദിക്കണമെന്നില്ല.
അതേസമയം അങ്ങേ കൊണ്ട് കഴിയും, അങ്ങ് എനിക്ക് വേണ്ടി ഈ വിഷയം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വലിയ ഉന്നത വ്യക്തിയോട് നിങ്ങൾ സമീപിക്കുന്നെങ്കിൽ ആ മനുഷ്യൻ നിങ്ങളോട് മനസ്സലിയാൻ തയ്യാറായേക്കും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് ലോകപ്രകാരമുള്ള ഒരു തലമാണെങ്കിൽ വലിയവനായ ദൈവത്തോടാണ് ഞാൻ നിങ്ങൾ അടുക്കുന്നതെന്നും പ്രാർത്ഥിക്കുന്നതെന്നും തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ആ നിലയിൽ ഒന്ന് ദൈവത്തോട് അടുത്തുകൊണ്ട്, കർത്താവേ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് യോബ് 42 അധ്യായത്തിൽ മനസ്സിലാക്കിയതുപോലെ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും സേവിക്കുന്നതും വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വലിയവനായ ദൈവത്തോടാണ് എന്ന് തിരിച്ചറിയാമെങ്കിൽ ദൈവത്തെ ഉയർത്താൻ തുടങ്ങും. അവൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ പ്രാകാരത്തിലേക്ക് അവനെ ഉയർത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടെ അടുക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ യഹോശാഫാത്ത് പറയാണ്, ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെക്കുറിച്ച് യഹോശാഫാത്ത് പറയാണ്, നീ പിതാക്കന്മാരുടെ ദൈവമാണ്, സകല രാജ്യങ്ങളെ നീ ഭരിക്കുകയാണ്, ആർക്കും നിന്നെ എതിർക്കാൻ കഴിയത്തില്ല, വലിയ പരാക്രമശാലിയാണ്. വിശ്വസിക്കാമെങ്കിൽ ആർക്കും എതിർക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത് എങ്കിൽ നിന്റെ എല്ലാ വിഷയത്തിനകത്തും അവൻ മറുപടി തരും. യഹോശാഫാത്ത് ദൈവത്തെ ഉയർത്തുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഭക്തന്മാർ പറയുന്നത് പോലെ, ഇസ്രായേലിന്റെ സ്തുതികൾക്ക് മീതെ വസിക്കുന്നവൻ, ഇസ്രായേലിന്റെ സ്തുതികൾക്ക് മീതെ ഇറങ്ങി വരുന്ന ഒരു വലിയ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ആ നിലയിൽ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ വിജയത്തിന്റെ രഹസ്യം തിരിച്ചറിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വലിയ മറുപടികൾ ദൈവം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എങ്കിൽ അടുത്ത തലം നിങ്ങൾ നോക്കണമേ. പ്രാർത്ഥനയിൽ ഒന്നാമത്തെ ഘട്ടം, ഹല്ലേലൂയ, യഹോശാഫാത്ത് ദൈവത്തെ ഉയർത്തി. എങ്കിൽ 12ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോശാഫാത്ത് ഒരു വലിയ തലം തുറന്നു തരികയാണ്. അത് പ്രാർത്ഥനയുടെ 2ാമത്തെ നിലയാണ്. ഹല്ലേലൂയ. അവന്റെ വിഷയത്തെ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകാറുണ്ട്? ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ ഏതോ മണിക്കൂറുകൾ അവന് മനസ്സിലാകും, അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവൻ്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. ആ നിലയിലേക്ക് ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഹല്ലേലൂയ, നിങ്ങളുടെ വിഷയത്തെ ആ പാദപീഠത്തിൽ ഏൽപ്പിക്കണം. നിങ്ങളുടെ വിഷയത്തെ ആ യഹോവയുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ വലിയവനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. കാരണം 55-ാം സങ്കീർത്തനം അതിൻ്റെ 22ാമത്തെ വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാനും നിങ്ങളും ചുമക്കുന്ന ഭാരത്തെ, ഞാനും നിങ്ങളും ചുമക്കുന്ന വിഷയത്തെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാമെങ്കിൽ, ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 1:17 പറയുന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. ഹല്ലേലൂയ. പ്രയാസമുള്ളതിനെ കൈമാറാൻ പറ്റുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്തൊരു വാതിൽ തുറക്കാൻ പോവുകയാണ്. നീ അതിനെ ചുമക്കരുത്, നീ അതിനകത്ത് ഭാരപ്പെടരുത്. കാരണം കാൽവരി ക്രൂശിൽ ആ വലിയ ഭാരം ചുമക്കുന്ന ആ മരക്കുരിശ് ചുമന്നത് നിന്റെ ഭാരം ചുമക്കുന്നു എന്നുള്ള ആഴം തിരിച്ചറിയാൻ വേണ്ടിയാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം പട്ടണത്തിൽ നിന്നാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിലും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിന്റെ ഭാരത്തെ അവൻ ഏറ്റെടുക്കുകയാണ്, നിന്റെ പ്രയാസത്തെ അവൻ ഏറ്റെടുക്കുകയാണ്. കാൽവരി വിളിച്ചു കാണിക്കുന്നു ആ വലിയ മരക്കുരിശ്. ഒരു ചരിത്രകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, 200-ലധികം കിലോ ഭാരമുള്ള ആ മരക്കുരിശാണ് എൻ്റെ കർത്താവ് ചുമന്നത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഒരു മനുഷ്യന് സ്വതമേ ചുമന്ന് നടക്കാൻ കഴിയാത്ത ആ ഭാരമേറിയ മരക്കുരിശ് ചുമന്നത് നിന്റെ സകല ഭാരവും ചുമക്കാൻ വേണ്ടിയാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ മിനിറ്റിൽ തന്നെ നിന്റെ കുടുംബ വിഷയം, നിന്റെ കുടുംബ ഭാരം, നിന്റെ ജോലിയുടെ ഭാരം, നിന്റെ തലമുറയുടെ ഭാരം, നിന്റെ തലമുറയില്ലായ്മകൾ, ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവ് പറയുന്നത് ചുമക്കാൻ തയ്യാറാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിലൊന്നാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എങ്കിൽ ആ നിലയിൽ പ്രാർത്ഥനയിൽ നിൽക്കുന്ന യഹോശാഫാത്ത് 2ാമത്തെ ആയുധത്തിൽ പ്രാർത്ഥന ആ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ 12ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ യഹോശാഫാത്ത് പറയാണ്, ഞങ്ങളുടെ നേരെ വരുന്ന ഈ ശത്രുവിനെ എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ അങ്ങിലേക്ക് നോക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ വിളിച്ചു പറയും, മുമ്പിൽ എന്തോ ഇനി സംഭവിക്കുമെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഒന്ന് എൻ്റെ ആശ്രയമാണ്, അങ്ങിലേക്കാണ് ഞാൻ നോക്കുന്നത്. സങ്കീർത്തനം 16-ാം അധ്യായത്തിൽ ദാവീദ് വിളിച്ചു പറയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പ്രശ്നമായിരിക്കരുത് വലുതായി നിൽക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ആശ്രയിക്കുന്ന, നിങ്ങൾ വിളിക്കുന്ന വലിയവനായ ദൈവമാകട്ടെ നിങ്ങളുടെ മുമ്പിൽ. എങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, പ്രശ്നങ്ങളുടെ മുകളിലാണ് എൻ്റെ കർത്താവ്, താഴെയല്ല കേട്ടോ. ഹല്ലേലൂയ. ആ 3 സഹോദരിമാർ കല്ലറയിലേക്ക് അടുക്കുമ്പോൾ
കല്ലിനെ ഉരുട്ടി നീക്കി ദൂതൻ മുകളിലാണ് ഇരുന്നത്. ആ കല്ലിൻ്റെ മുകളിൽ എന്തിനെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രാർത്ഥന പറയും ദൈവം പറഞ്ഞു, ഇനി ആർക്കും ആ കല്ലിനെ അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം അതിൻ്റെ മുകളിൽ ബലം പ്രാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ എല്ലാ വിഷയങ്ങളുടെ മുകളിലും എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. പത്രോസും കൂടെ നിൽക്കുന്നവരും നോക്കുമ്പോൾ ആ മുക്കുമെന്നും തീർക്കുമെന്ന് പറഞ്ഞ തിരമാലയുടെ മുകളിലൂടെയാണ് അവൻ വരുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകലും അതേ കർത്താവ് നിങ്ങളുടെ വിഷയത്തിനകത്തൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്ന് ഉപവാസം, രണ്ട് പ്രാർത്ഥനയിൽ രണ്ട് തലങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. എങ്കിൽ മൂന്നാമത്തതാണ് ആത്മാവിൻ്റെ ഇടപെടൽ. ഹല്ലേലൂയ. നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആത്മാവിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കും, ആത്മസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും, ആത്മാവിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കും. ആ ആത്മശക്തി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വിടുതൽ അടുത്തെത്തിക്കഴിഞ്ഞു. അതിൽ മൂന്നാമത്തെ ആയുധമാണ് ആത്മാവിൽ ആരാധിക്കുക എന്നുള്ളത്, ആത്മാവിൽ ബലം പ്രാപിക്കുക എന്നുള്ളത്, അകത്ത മനുഷ്യനിൽ എഴുന്നേൽക്കുക എന്നുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ശിംശോന്റെ മേളിൽ അവൻ കെട്ടപ്പെട്ടവനായിട്ട് ഫെലിസ്ത്യരുടെ നടുവിലേക്ക് വരികയാണ്. ആ കെട്ടപ്പെട്ട ശിംശോനൊക്കെ ഫെലിസ്ത്യർ ആർത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേളിൽ ശക്തിയോടെ വന്നു. അവൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കയറുകൾ ചണനൂല് പോലെ കരിഞ്ഞുപോയി. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെങ്കിൽ അവിടെ ഭയങ്കര ദൈവപ്രവർത്തികൾ സംഭവിക്കും. അവിടെ ഭയങ്കരമായ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടാൻ തുടങ്ങും. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ അറിയാം. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെടുകയാണ്. ഒരുമിച്ച് നമുക്ക് ആ വാക്യത്തിലേക്ക്. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെടുകയാണ്. ഈ വലിയ സമൂഹത്തെക്കുറിച്ച്, അവർ വലിയ സമൂഹത്തെക്കുറിച്ചാണ് ഭാരപ്പെട്ടത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിങ്ങൾ ഇനി വലിയ സമൂഹത്തെക്കുറിച്ച് ഭാരപ്പെടരുത്. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. ദൈവം നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ആത്മാവിൽ ഞാൻ നിങ്ങൾ തിരിച്ചറിയുന്നത്. ആത്മാവിൻ്റെ ഇടപെടൽ വന്നാൽ ഒരു ഭക്തന് ബലം വരാൻ തുടങ്ങും. അവൻ്റെ സകളിങ്ങൾ മാറി എന്നുള്ളതാണ് ആഴം. ആ നിലയിൽ ആത്മാവിൻ്റെ ഇടപെടൽ സംഭവിച്ചാൽ 4-ാമത്തെ ആയുധം എന്ന് പറയുന്നത് അവൻ ആരാധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവൻ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് തീരുകയല്ല ചെയ്യുന്നത്. പൗലോസും ശീലാസും ശരീരം മുഴുവൻ അടിയേറ്റ് മുറിക്കപ്പെട്ട് കൈയും കാലും ആമത്തിലിട്ട് പൂട്ടപ്പെട്ടിരിക്കുമ്പോഴും അവർ ഒതുങ്ങിയല്ല, അവർ ആത്മശക്തിയിൽ ആരാധിച്ചു. ആ ആരാധനയുടെ നടുവിൽ ജയം അവരുടേതായി അവർ തിരിച്ചറിയാണ്. കാരാഗ്രഹങ്ങളെ പൊളിക്കുന്ന ദൈവശക്തി അവരുടെ നടുവിൽ വെളിപ്പെട്ടു. ഞാൻ നിങ്ങളോട് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ആത്മാവിൽ നിങ്ങൾ ആരാധിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് രോഗങ്ങൾ മാറും, നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറും, നിങ്ങളുടെ വിഷമങ്ങൾ മാറാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ഭയങ്കര കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നവരെ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇതാ 4-ാമത്തെ ആയുധത്തിലേക്ക് നമ്മൾ വരികയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 2 ദിനവൃത്താന്തം അതിൻ്റെ ഹല്ലേലൂയ 20-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒരുമിച്ച്. അവർ പാടി സ്തുതിച്ചു തുടങ്ങുമ്പോൾ യഹോവ അവർക്ക് വിരോധമായി വന്ന അമ്മോന്യരെയും മോബാബിയരെയും സെയിൻ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. എന്നെ ശ്രദ്ധിക്കുന്നവരെ അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് അവർക്ക് വിരോധമായി വന്ന 3 രാജ്യങ്ങളെ ദൈവം അവരുടെ മുമ്പിൽ തോൽപ്പിക്കുകയാണ്. അവർ യുദ്ധം ചെയ്തില്ല കേട്ടോ, അവർ വിശ്വാസത്തിൽ ആരാധിക്കുകയായിരുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷയത്തിനകത്തും എൻ്റെ ദൈവം മറുപടി പറയാൻ ശക്തനാണ്. നിങ്ങളുടെ എല്ലാ വിഷയത്തിനകത്തും എൻ്റെ ദൈവം അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ 1 ഉപവസിക്കാൻ തയ്യാറാകുക, 2 പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, 3 ആത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിയുക, 4 ആരാധിക്കുക, ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാക്കുക. അങ്ങനെ സ്തുതിക്കുന്നവൻ തിരിച്ചറിയുന്നു ശത്രുവിന് നേരെ ദൈവം യുദ്ധം ചെയ്യാൻ ഇറങ്ങുകയാണ്. നിങ്ങളുടെ വിരോധങ്ങളെ നീക്കാൻ ദൈവം നേരിട്ട് ചലിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ ഈ 4 ആയുധങ്ങൾ വെളിപ്പെട്ട യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അതിന്റെ 30-ാമത്തെ വാക്യം നിങ്ങൾ തിരിച്ചറിയുക. ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രാമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. ഇങ്ങനെ അവന്റെ രാജ്യം ചുറ്റും ദൈവം വിശ്രമം കൊടുത്തു, അവന് സ്വസ്ഥത ലഭിച്ചു. ഈ 4 ആയുധങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നവൻ വലിയ സ്വസ്ഥത കാണാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്. കോടികളുണ്ടെങ്കിലും സ്വത്തുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ രോഗവും പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമില്ല പ്രിയനായി. നിങ്ങൾക്ക് വേണ്ടത് വിശ്രമമാണ്, നിങ്ങൾക്ക് വേണ്ടത് സന്തോഷമാണ്, നിങ്ങൾക്ക് വേണ്ടത് ഹല്ലേലൂയ സമാധാനമാണ്. അതെൻ്റെ ദൈവം നിങ്ങൾക്ക് തരാൻ പോകും. പ്രാർത്ഥനയിൽ
ഈ മണിക്കൂറുകൾ മുമ്പോട്ട് പോകാൻ തയ്യാറാകുക. എങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു അത്ഭുത സാക്ഷ്യത്തിന് ശേഷം ശക്തമായി പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അഭിഷിക്തനോട് ഞാൻ 2 പ്രാർത്ഥനാ വിഷയം പറയാൻ ഞാൻ വന്നു. എങ്കിലും അത് ആത്മാവിൽ എന്നോട് തന്നെ അത് വെളിപ്പെടുത്തി പറഞ്ഞു. ആ വിഷയം 2ഉം കർത്താവ് അത്ഭുതം ചെയ്ത്. ഒന്ന് എൻ്റെ മകൾക്ക് വേണ്ടി, നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിലായിരുന്ന മകൾക്ക് വീണ്ടും അവൾ റിസൈൻ ഇട്ട് ശമ്പളം കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷയത്തിന് ഞാനും മകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസൻ മകളോട് പറഞ്ഞ് 20-നകം നീ വീണ്ടും സന്തോഷിക്കുമെന്ന്. 17-ാം തീയതി മകൾക്ക് അവിടുന്ന് ഓർഡറായി. മോൾ മധുരയിൽ എയർപോർട്ടിൽ ജോലിക്ക് കയറി ശമ്പളത്തോടുകൂടി. കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. വീണ്ടും ഞാനൊരു പ്രാർത്ഥന വിഷയം പാസ്റ്ററോട് പറഞ്ഞ്, എൻ്റെ മകന് ഒരു ജോലിക്കാരിയും, മകൻ ദുബൈയിലെ ഒരു ഡ്രൈവറായിരുന്നു. എങ്കിലും മകൻ എൻ്റെ കൂടെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പോൾ മകൻ എന്നോട് ഇതുവരെയും ജോലി കാര്യങ്ങളൊന്നും പറയത്തില്ല. എന്താ പറഞ്ഞാൽ അമ്മ എപ്പോഴും പറയും, മോനെ യേശു അത് ചെയ്യുമെന്ന്. അതുകൊണ്ട് മകൻ പറയാതിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിളിക്കുന്ന, അമ്മേ എനിക്കൊരു ജോലിക്ക് പ്രൊമോഷനായിട്ടുണ്ട്. എൻ്റെ MD വിളിച്ചിട്ട് പറയുന്നു, നീ അടുത്ത മാസം മുതൽ സൂപ്പർവൈസറായിരിക്കും. അപ്പോഴും മോനിത് കേട്ടിട്ട് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ ഒരു വാക്കിന് വേണ്ടി മകനോട് ആഗ്രഹിച്ചിരുന്നു. കർത്താവ് അതും ചെയ്ത്. ഇനിയും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സഹോദരി എനിക്കൊരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിൻ്റെ മേലും അത്ഭുതം ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിഹാസം കേൾക്കുന്നവരുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ചിലരുണ്ട്. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പൂർണ്ണഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരം കർത്താവെ ഇവരെ വിടുവിക്കണമേ. അപ്പ ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ തിരുക്കരം ഈ മക്കളുടെ മേളിലേക്ക് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചിലവർ കടബാധ്യത മൂലം ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഇവരെ അങ്ങ് സ്പർശിക്കണമേ. ഇവർക്ക് വേണ്ടി പുതിയ വഴികളങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസ കണ്ണിൽ പ്രാർത്ഥിക്കുന്നപ്പ ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കരം ഇവർക്ക് വേണ്ടി അനുകൂലമാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവേ, ഇവർക്ക് വേണ്ടി മാറാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇവർക്ക് വേണ്ടി മാറാത്ത ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കുകയാണല്ലോ. ഞാൻ ഈ സമയത്ത് ഗിരീഷ് എന്നൊരു പേര് കാണിക്കുമ്പോൾ കർത്താവ് ആ മകന് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ. പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സന്തോഷത്തിന് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. ഷീലയ്ക്ക് വേണ്ടി ഒരു വലിയ ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, ഞാൻ സ്മിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്മിത, നിൻ്റെ കുടുംബജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, സാമ്പത്തികമായി ഉയരാൻ കഴിയാത്തവരുണ്ട്. കർത്താവെ, അവരെല്ലാം ഞങ്ങളുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ മിനിറ്റിൽ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരകൻ ഇപ്പോൾ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഒരത്ഭുതം സംഭവിക്കുകയാണ്, ഒരടയാളം സംഭവിക്കുന്നതിനായി സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിച്ചാട്ടെ. കഴിയുന്നവർ ഈ മിനിസ്ട്രിയെ സഹായിക്കാൻ പറ്റുന്നവർ, എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂരിലൊക്കെ നമുക്ക് ആരാധന നടക്കുകയാണ്. തിരുവനന്തപുരത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ആരാധനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കൊല്ലത്ത് നിങ്ങൾ കടന്നു വന്നാട്ടെ. വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി എറണാകുളത്തേക്ക്
നിങ്ങൾ കടന്നു വരണം, തൃശ്ശൂരിലേക്ക് നിങ്ങൾ കടന്നു വരണം. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്തത് വലിയ വിടുതലും അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ റോയ് ഹെൻറി എന്ന് കാണിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. ഇന്ന് ഈ എപ്പിസോഡിനകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.